ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു വാഴപ്പിണ്ടിയുടെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. വാഴപ്പിണ്ടിയുടെ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് വാഴപ്പിണ്ടി. നമുക്കിതെങ്ങനെ എടുക്കണമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ കൊല വെട്ടുമ്പം തന്നെ ഇത് നല്ലപോലെ എടുത്തിട്ട് ഇതിൻ്റെ ലെയർ കളയാതെ വെച്ചിരുന്നാൽ ഉണങ്ങാതിരുന്നോളും. നമുക്ക് ആവശ്യമനുസരിച്ച് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത്രയും പിണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയും നിപ്പമുണ്ട്. അത് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാടാതെ കിട്ടും. ഫ്രഷായിട്ട് അതിൻ്റെ പോള എടുക്കാതിരുന്നാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് അരിയാൻ പലർക്കും അറിയത്തില്ല. എളുപ്പമുള്ള ഒരു വഴിയാണ്. നമ്മളിതിനെ വട്ടത്തിലങ്ങ് കട്ട് ചെയ്യുക. അങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെല്ലാം വട്ടത്തിൽ കട്ട് ചെയ്തിടാം. അപ്പോൾ ഇതേപോലെ കനം കുറച്ച് വട്ടത്തിലെടുക്കുമ്പോൾ ഇതിൻ്റെ നാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പിച്ചാത്തിക്കകത്ത് വന്നോളും. പിന്നെ നൂല് കളയാനായിട്ട് നമ്മൾ സമയം കളയണ്ട. വളരെ എളുപ്പം അരിയാനും ഒക്കെ നോക്കും. ഇനി ഇത് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ചെറുതായിട്ട് ക്രോസ് കട്ട് ചെയ്യുക. ഇനി ഇത് അരിഞ്ഞെടുക്കാം. എളുപ്പമാണ്. ഇതുപോലെ നമുക്ക് എല്ലാം കീറി അരിഞ്ഞെടുക്കാം. അരിയുന്ന വീഡിയോ ഒക്കെ കാണിക്കുമ്പോഴത്തേനും ലെന്ത് കൂടും. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഏറ്റവും കുറച്ച് രീതിയിലാണ് ഞാനെല്ലാം പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇത്രയും പൊടിയായിട്ട് നമുക്ക് അരിയാം. പൊടിയുടെ നൂലെല്ലാം കളഞ്ഞ് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിങ്ങനെ അടുക്കി കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കീറിയിട്ട് എളുപ്പം നമുക്ക് അരിഞ്ഞെടുക്കാം. ഒട്ടും സമയം വേണ്ട. ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് നൂല് കളയാനൊന്നും നടക്കേണ്ട കാര്യമില്ല. നൂലെല്ലാം പോയിട്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഇത് നമുക്ക് കയ്യും എടുത്താൽ മാത്രം മതി. അത്രയ്ക്ക് ജോലി എളുപ്പമാണ് ഇങ്ങനെ ചെയ്താൽ. ചിലർ പൊടിച്ചാണ് എടുക്കുന്നത്. അതിനെക്കാട്ടിലൊക്കെ എളുപ്പം ഇതാണ്. പൊടിച്ച് കഴിഞ്ഞാൽ നൂലിങ്ങനെ കുരുങ്ങിയിരിക്കും. ആകുമ്പം പെട്ടെന്ന് നമുക്ക് എടുക്കാം. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് കഴുകി വാരിയെടുക്കാം. വെളിച്ചെണ്ണ അനന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പലതരത്തിലും തോരൻ വെക്കാം. ചെറുപയറിടാം, വൻപയറിടാം, മുതിരയിടാം. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമ്മൾ മുതിരയൊക്കെ വേറെ വേവിച്ചെടുക്കണം. ഇപ്പോൾ എനിക്കതിന് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉഴുന്ന് കടുവറുത്തിടുകയാണ്. ഉഴുന്നൊന്ന് ബ്രൗൺ കളറാവുന്നതും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗോൾഡൻ കളറായിട്ടുണ്ട്. ഒരുപാട് മൂത്തും പോകരുത്, മൂക്കാതെ ഇരിക്കരുത്. ഇതാണ് അതിൻ്റെ പരുവം. ഇപ്പോൾ നമുക്ക് ഇനി ചതച്ച് വെച്ചാൽ ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പിണ്ടി ഇട്ട് കൊടുക്കാം. പിണ്ടിക്ക് വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി ചേരുക മുളക് പൊടി. മുളകൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ജീരകം, മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പം തന്നെ പിണ്ടിയിലെ വെള്ളമെല്ലാം വാർന്നു വരും. ആ വെള്ളത്തിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒന്ന് ആവിയായതിന് ശേഷം നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. അത് ശ്രദ്ധിക്കുക എല്ലാവരും. ഒരുപാട് വെള്ളത്തിൽ കിടന്ന് വെന്ത പിണ്ടിയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. അതിൻ്റെ വെള്ളം ഊറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കടുക് താളിച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പിണ്ടിത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി ആരും വാഴപ്പിണ്ടി ഉണ്ടെങ്കിൽ ഉള്ളവർ കളയരുത്. അത് ഏറ്റവും നല്ലൊരു സാധനമാണ്. നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത സാധനങ്ങൾക്കൊക്കെ മൂല്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വാഴപ്പിണ്ടിയുടെ തോരൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടത്തെ വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. എന്തൊരു മണമാണെന്നറിയാം. ഉഴുന്ന കടുക് വറുത്തിട്ടാൽ നല്ലൊരു മണമാണ്. അപ്പോൾ ഈ ഒരൊറ്റ കൂട്ടം മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. ചൂടുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സാധനമാണിത്. അവർക്ക് ഒരു നേരത്തെ റൈസ് ഒഴിവാക്കിയാലും ഒരു കുഴപ്പമില്ല. ഇതും തന്നെ ഇച്ചിരി ചൂടുവെള്ളം കുടിച്ചാൽ മാത്രം മതി. ഒരു നേരം നമുക്ക് റൈസ് ഒഴിവാക്കാം. അപ്പോൾ ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.